നമസ്കാരം. അൻവറിന്റെ വിവാദം കത്തിപ്പടരുന്നതിനിടയിൽ ഷിബു ബേബി ജോൺ RSP സംസ്ഥാന സെക്രട്ടറി തന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ചില കണ്ടെത്തലുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറെ പ്രധാനം BJPയുമായി ഇപ്പോൾ CPM ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂട്ടുകെട്ടുണ്ട്. ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് CPM എന്ന് പറയുന്ന പാർട്ടി സന്ധി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കൂട്ടുകെട്ട് ഇപ്പോൾ സത്യത്തിൽ ഒരു ആപൽക്കരമായ ഒരു ദശയിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ള സർക്കാർ അധികാരത്തിലേറി രണ്ടാം വട്ടവും പിണറായി വിജയൻ അധികാരത്തിൽ കയറുന്നു. അപ്പം നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരല്ല, പകരം ഇതൊരു കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള കൊള്ളക്കാരാണ് എന്നുള്ള നിലയിലാണ് RSPയുടെ ആ ഒരു പ്രസ്താവന വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇപ്പോൾ അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും മുൻപ് തന്നെ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ, അതായത് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എക്കാലവും ഒരു തീരുമാനം ഉണ്ടാകണമെന്നുള്ള കാര്യത്തിലും തങ്ങൾ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ PV അൻവർ ഏറ്റെടുത്ത് ഇപ്പോൾ പറയുന്നു എന്ന് മാത്രമാണ് അത് പറയുന്നത്. അതോടൊപ്പം ഇദ്ദേഹം അതായത് PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞതിനെ ഈ നേരത്തെ നമുക്ക് പറയുന്ന പോലെ പുടിൻ്റെ, അതായത് റഷ്യയിൽ പുടിൻ്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി ആ പുടിൻ്റെ കൂലിപ്പട്ടാളക്കാർ ഒടുവിൽ അദ്ദേഹത്തിനെതിരെ തന്നെ തിരിഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമൊക്കെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാം. ഇതൊരു യാഥാർത്ഥ്യമാണ്. പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ഭരണം തന്നെ ജനസേവനത്തിന് വേണ്ടി ആയിരുന്നില്ലല്ലോ. ഭരണം തന്നെ എങ്ങനെ പണം സമ്പാദിക്കാമെന്ന് മാത്രം ലക്ഷ്യത്തോടു കൂടിയായിരുന്നില്ല. അതിന് ആർക്കും സംശയമുള്ള കാര്യമല്ല. മാസപ്പടിയിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിന് തെളിവാണ്. പക്ഷേ അപകടകരമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ BJPയുമായിട്ടുള്ള ഈ ഒത്തുകളി, അത് തൃശ്ശൂർ സീറ്റ് സമ്മാനിക്കുന്നതിൽ അടക്കം ചെന്നെത്തിച്ചു എന്നുള്ളത്, അത് ആപൽക്കരമായ രാഷ്ട്രീയമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഈ BJP അൻവർ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അയാൾക്കെതിരെ സപ്പോർട്ടില്ലാത്ത രീതിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് ഒരുപക്ഷെ പലരും പറഞ്ഞ പോലെ പ്രതിപക്ഷം പോലും പറയാൻ മടിച്ച കാര്യങ്ങളാണ് അൻവർ പറഞ്ഞതായി പറയുന്നത്. അല്ല, ഇതൊരു അസാധാരണമായ സാഹചര്യമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ റിബല്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ സഹയാത്രികരുടെ ഭാഗത്തു നിന്നുണ്ടായതായി നമുക്കറിയില്ല. അതാണ് ഇപ്പോൾ ഇത്രയും പ്രാധാന്യം കിട്ടാൻ കാരണം. യഥാർത്ഥത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെല്ലാം UDF മുൻകാലങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അത് സർക്കാരല്ലത് കൊള്ളക്കാരെന്ന ടാഗ് ലൈനോടുകൂടി ഞങ്ങൾ സമരം ചെയ്തതാണ്. BJPയുമായിട്ടുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അനേക കാലമായി, മാസങ്ങളായി നമ്മൾ പറയുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഹിച്ച പങ്കിനെക്കുറിച്ചുണ്ട്. എന്നാൽ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന ചാവേർ ആയി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിശ്വസ്തന്റെ ഭാഗത്തുനിന്ന് ഇത്തരം പരാമർശങ്ങളും, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGPയെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ അറ്റാക്കാണ് മറ്റൊരു മാനം അതിന് കൊണ്ടെത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അല്ലെങ്കിൽ ഈ പ്രതിസന്ധി പരിശോധിക്കുമ്പോൾ റഷ്യയിൽ കുറച്ചുകാൾ മുമ്പ് നടന്നൊരു സംഭവമുണ്ട്. പുടിൻ സൃഷ്ടിച്ച ഒരു കൂലിപ്പടയുണ്ടായിരുന്നു, യെഗേനി പിർഗോസിൻ എന്ന് പറയുന്ന ഒരാളിനെ. ആ കൂലിപ്പട അവര് പുടിനെതിരെ തന്നെ തിരിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇവിടെ കേരളത്തിൽ പിണറായി വിജയന്റെ യെഗേനി പിർഗോസിനായിരുന്നു PV അൻവർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു പിണറായി വിജയന്റെ ശൈലിക്ക് അനുസൃതമായി തന്നെ എന്ത് പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സംസ്കാരം വളർത്തുകയും അതിന്റെ ഭാഗമായി നിന്നവർ ഇന്നിപ്പോൾ തിരിഞ്ഞു കുത്തുകയാണ്. ഇപ്പോൾ തിരിഞ്ഞു കുത്തുമ്പോൾ ഒരു കാര്യം മാത്രമേ നമ്മുടെ മുമ്പിൽ സംശയം അവശേഷിക്കുന്നുള്ളൂ. ഈ പിർഗോസിന്റെ നേതൃത്വത്തിലുള്ള വാഗ്നർ ആർമി തിരിച്ചൊരു സുപ്രഭാതത്തിൽ റഷ്യയ്ക്ക് നേരെ തിരിയുകയും ആ റഷ്യൻ സേന പോലും മാറി എന്ന് കൊടുത്ത് അവർ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞല്ലോ. കേരളത്തിലും കഴിഞ്ഞ ഒരു മാസക്കാലമായി കാണുന്നതാണ്
ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചയ്ക്ക് പോലും വരാൻ CPM-ന്റെ നേതാക്കന്മാരാരും തയ്യാറാകാത്ത നിലയിലേക്ക് നിശബ്ദമായി നിൽക്കുന്ന ഒരു കാഴ്ച. ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിലേക്കാണ് പിണറായി വിജയന് സംരക്ഷണ കവചം തീർക്കുന്നത്. അത് M.V. ഗോവിന്ദൻ മാഷിന്റെ ദുർബലമായ ശബ്ദവും ഒറ്റപ്പെട്ട 1-2 ശബ്ദങ്ങൾ മാത്രമേ ഇതിനെതിരെ ഈ ദിവസങ്ങളിൽ കേട്ടിട്ടുള്ളൂ. ഇവരെക്കാൾ കൂടുതൽ സംരക്ഷണ കവചം ഒരുക്കാൻ ശ്രമിച്ചത് BJP നേതാക്കന്മാരാണ്. ഈ സമീപകാലത്ത് വരെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് RSS കൂടിക്കാഴ്ച നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച പ്രതിപക്ഷ നേതാവാണ് പുറത്തുവിട്ടത്. അതിനെ തുടർന്നുള്ള BJP നേതാക്കന്മാർ സംരക്ഷണ കവചം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വിചിത്രമായ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. എന്താണേലും ഇതിൻ്റെ ആകെത്തുക എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ DNA പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് DNA പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട പിണറായി വിജയന് വേണ്ടി ആവശ്യപ്പെട്ട വ്യക്തി ഇപ്പോൾ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ DNA തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. സമൂഹത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷ രാഷ്ട്രീയവും പിണറായി വിജയൻ എന്ത് പങ്കുണ്ട് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഇതെല്ലാം പിണറായി വിജയൻ തന്നെ സൃഷ്ടിച്ചതാണ്. കാരണം അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ EMSന്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ VR കൃഷ്ണയ്യർ, മുണ്ടശ്ശേരി മാസ്റ്റർ, AR മേനോൻ തുടങ്ങിയ പ്രഗത്ഭരെയായിരുന്നു അന്നത്തെ മന്ത്രിസഭയിൽ പിന്തുണ നൽകിയെങ്കിൽ ഇന്ന് പിണറായി വിജയൻ കൊണ്ടുവന്ന സ്വതന്ത്രരായിട്ടുള്ളവർ, അത് PV അൻവർ ആണെങ്കിലും കാരാട്ട് റസാഖ് ആണെങ്കിലും അല്ലെങ്കിൽ ശ്രീനിജനാണെങ്കിലും മുകേഷ് ആണെങ്കിലും ഇത്തരമുള്ളവർ വരുമ്പോൾ പിണറായി വിജയന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെയാണ്, അതിൻ്റെ DNA ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു കാര്യം പറയാം, ഈ തീവട്ടിക്കൊള്ള പിണറായി വിജയന്റെ 2ാം ഭരണത്തെ സംബന്ധിച്ചിടത്തോളം 1ാം ഭരണത്തിൽ പല വിവാദങ്ങളുണ്ടെങ്കിലും ഈ അർത്ഥത്തിൽ പുറത്തു വന്നിരുന്നില്ല. 2ാം ഭരണം വന്നപ്പോൾ ഇത് ഭരിക്കുന്നത് കുടുംബത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കൊക്കെ നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഐക്യജനാധിപത്യ മുന്നണി നിലപാടെടുത്തിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഇനിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, RSPയെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അന്തിമ പോരാട്ടത്തിനുള്ള സമയമായിരിക്കുന്നു. ഓരോ പ്രവർത്തകരും തെരുവിലേക്ക് ഇറങ്ങി തന്നെ, അല്ല രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നാണവും ഇല്ലാത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി ജനരോക്ഷം നേരിടുകയാണ്. അടുത്ത 1.5 വർഷക്കാലം ജനങ്ങൾ തെരുവിലേക്കിറങ്ങുന്ന, ഈ ഗവൺമെന്റ് ഈ കൊള്ളയ്ക്കെതിരെ തെരുവിലേക്കിറങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. UDF-ലേക്ക് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്തു. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരാമർശം അദ്ദേഹം മയപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. പിണറായി വിജയന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, റഷ്യൻ കൂലിപ്പട്ടാളം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, യെഗേനി പിർഗോസിൻ എങ്ങനെ കേരളത്തിലുണ്ടായി എന്നുള്ളതിന്റെ തെളിവാണ്. ഇപ്പോൾ വല്ല ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആകെ ചോദ്യം അവശേഷിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, തിരിച്ച് റഷ്യയിലേക്ക് നടന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരു ഇതുണ്ടായി, സന്ധിയുണ്ടായി. പെട്ടെന്ന് പുള്ളി സ്വമേധയാ നിർത്തി. അത് കഴിഞ്ഞ് പുള്ളി കൊല്ലപ്പെടുകയാണ്. വിചിത്രമായ സ്ഥലം. ഇവിടെ ആരാണ് ഇതിൽ കൊല്ലപ്പെടാൻ പോകുന്നതെന്ന് മാത്രമേ നമ്മുടെ സംശയമുള്ളൂ. റഷ്യ അതുപോലെ ആവർത്തിക്കുമോ അതോ ഈ പോരാട്ടം തുടരുമോ എന്നുള്ളത് അറിയാൻ വയ്യ. അത് മാത്രമേ ഉള്ളൂ സംശയമായി. കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് P. ശശി, റിയാസ്, വീണ. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് DNA, അതായത് നേരത്തെ നമുക്കറിയാം PV അൻവർ ഒരു ശബ്ദിക്കുന്ന അല്ലെങ്കിൽ ശക്തനായ ഒരു കരുത്തനായ നേതാവായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അദ്ദേഹം അല്ലെങ്കിൽ അതുപോലെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ സന്ദർശനം നടത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ DNA ചോദ്യം ചെയ്യുന്ന തരത്തിലൊക്കെ PV അൻവർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മാറ്റി പറഞ്ഞിരുന്നു, ആരൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്, ആ കാറിലാണ് യാത്ര ചെയ്തിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളിൻ്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ DNA ചോദ്യം ചെയ്തിരിക്കുകയാണ് എന്നുള്ള തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുക്കുന്ന എല്ലാ രീതിയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തുതന്നെയായിരുന്നാലും ഇനിയിപ്പോൾ M.V. ഗോവിന്ദൻ്റെ പത്രസമ്മേളനം വരാനിരിക്കുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം അൻവറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പം ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതെല്ലാം ഈ പറയുന്ന ഒരു അന്വേഷണത്തിന് ഒടുവിൽ സംഭവിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.